എന്നാലും പുതിയ ആൾക്ക് വേണ്ടി പ്രധാന വാർത്തകൾ വീണ്ടും ഇവിടെ സംഭവിച്ചെന്താണെന്ന് മാത്രം പറയാം. ഇതൊരു പക്ക കച്ചവടമാണ്. കാരണം ഇങ്ങോട്ട് നിങ്ങളെ വിളിച്ച സമയത്തോ അല്ലെ നിങ്ങൾ പുറമേറങ്ങി അഭിപ്രായം ചോദിക്കുന്ന ആള് പറയുമോ ഇത് മറ്റേ കണ്ണി ചെറുക്കലല്ലേ, ആളെ ചെറുക്കലല്ലേ, ആളെ പിടിക്കലല്ലേ, കണ്ണി പൊട്ടിയ പിന്നെ കിട്ടൂല്ലോ, ആദ്യം വന്നൊരു കിട്ടും പിന്നെ വന്നു പൊട്ടും, ഇങ്ങനെയൊക്കെ നാട്ടുകാർ പറയണത്. അതുകൊണ്ടാണ് പറയണത് ഇതൊരു പക്ക കച്ചവടമാണ്. നിങ്ങൾ ആരെയും ക്ഷണിച്ച അവരുടെ പേര്, നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിലും കൊടുത്താൽ കമ്പനി നിങ്ങൾക്ക് സൗജന്യമായി ഒരു ID നമ്പർ തരും. ഈ ID നമ്പർ ഉപയോഗിച്ച് കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന 100 ചില്ലാൻ ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ഉൽപ്പന്നങ്ങളുടെ ഒരു പേരും ഒരു പരസ്യവും നിങ്ങൾ കാണില്ല. ഈ കമ്പനി ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നത്തിനും ഒരു പരസ്യം ഉണ്ടാവില്ല. അങ്ങനെ 100 ചില്ലാൻ ഉൽപ്പന്നങ്ങൾ, പരസ്യമില്ലാത്ത ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ 23 കേന്ദ്ര ഗവൺമെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്ന നിലയിൽ ആയുഷ് പ്രീമിയം മാർക്ക് ചാർത്തി കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയത്തിന്റെ സൈറ്റിൽ പ്രദർശിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് 23. ഇത്രയും മികച്ചതായിട്ടുള്ള ഒരു പരസ്യമില്ല. ആ പരസ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞ് വാങ്ങാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ID ക്രിയേറ്റ് ചെയ്ത് കമ്പനിയുടെ ഗോഡൌണിൽ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ശരാശരി 25-30% വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാം. ആരും നിന്നുനിൽപ്പിൽ കോടീശ്വരനാക്കാനോ പറഞ്ഞിട്ടില്ല, ആരെയും പ്രലോഭനങ്ങളില്ല, ആളെ പറഞ്ഞു പറ്റിക്കാനോ പിടിച്ചു പറിക്കാനോ കളവ് പറയാനോ ഇല്ല. നിങ്ങൾ ഇതിനകത്ത് ID ക്രിയേറ്റ് ചെയ്താൽ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പരസ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ 25-30% വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. ഇതാണ് ഒന്നാമത്തെ ലാഭം. അത് പറഞ്ഞാൽ നിങ്ങൾ മുടക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടും. ഇനി 2, ഇതിനകത്തേക്ക് പല ആളും കടന്നു വന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കാം. ഈ നാട്ടിലെ സകലമായ കച്ചവടക്കാരും ഏതോ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി വെച്ച് MRP വിൽക്കുന്നവരാണ്. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ഗോഡൌണിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങുന്ന ഉൽപ്പന്നം MRP വിറ്റ് കാശുണ്ടാക്കാം. അങ്ങനെ വിറ്റ് പണം ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വിൽക്കാം. ഒരു നിർബന്ധമില്ല, കണ്ടീഷനും ഇല്ല. അങ്ങനെ വാങ്ങി വിറ്റാൽ വിൽക്കുന്ന ലാഭമുണ്ട്. ഇനി 3, ചില ആളുകൾ പറയും എനിക്ക് സാധനം വിൽക്കാനാവില്ല, പക്ഷെ നല്ല പരിപാടി ഞാൻ 10 പേരെ പരിചയപ്പെടുത്തരാം. അങ്ങനെ ഇതിനകത്ത് തട്ടിപ്പില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, മുടക്കുന്ന പൈസയും മൂല്യമുള്ള ഉൽപ്പന്നമുണ്ട്, വാങ്ങി വിറ്റ മാന്യമായ ലാഭമുണ്ട്, ആർക്കും ഒന്നും വെറുതെ കൊടുക്കുന്നില്ല, ആരെയും നിന്ന് പോയി കോടീശ്വരനാക്കുന്നില്ല, ആരെയും പ്രലോഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഇന്ന് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കേട്ട പോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താം, ബന്ധുക്കളെ പരിചയപ്പെടുത്താം. ഈ കമ്പനി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സമയത്ത് അതിന് പരസ്യക്കാരില്ലാത്തതുകൊണ്ട്, വേറെ ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് നിങ്ങളിലൂടെ കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിച്ചാൽ കമ്പനി അത് തത്തുല്യമായ വേതനം നിങ്ങൾക്ക് തരുന്നു. അത് ഒരാഴ്ചയിൽ 450 രൂപ മുതൽ 2,10,000 വരെ തരാവുന്ന ഒരു പ്ലാൻ കമ്പനിയുടെ കയ്യിലുണ്ട്. ആര് കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിപ്പിക്കുന്നോ അവർക്ക് വരുമാനമുണ്ട്, ചെയ്യാത്തവർക്ക് ഒന്നുമില്ല. ഇതിനകത്ത് നീ വന്നോ വെറുതെ ഒന്നോ നിന്നെ കോടീശ്വരനാക്കാന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന കമ്പനികളുണ്ടോ? ഇവിടെ അങ്ങനെ പറയുന്നില്ല. ഇവിടെ ഉള്ളത് നേരെ ചൊവ്വി പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവര് ഈ കച്ചവടം എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നോ അതിന് കാരണക്കാരൻ നിങ്ങളായതുകൊണ്ട് അതിന് 450 രൂപ മുതൽ ആഴ്ചക്ക് 2-10 വരെ. ഹലോ, ഇത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു കാലത്ത് 2015 കയറി വന്നപ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ കുറെ പേരോട് ബിസിനസ് പറഞ്ഞു. അന്ന് കുറെ ആൾക്കാർ പറഞ്ഞേ ഇതൊരു കാലഘട്ടം കഴിഞ്ഞു പോയി, ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ചെയ്തിട്ട് കാര്യമില്ലെങ്കിൽ ശരി, എനിക്ക് മുടക്കുന്ന പൈസ ഉൽപ്പന്നം കിട്ടുന്നില്ല, നഷ്ടമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് മുടക്കുന്ന പൈസ ഉൽപ്പന്നം കിട്ടുന്നില്ലേ, വാങ്ങി ഉപയോഗിച്ചൂടെ? അങ്ങനെ കുറെ ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു. അവർ പറഞ്ഞു മികച്ച ഉൽപ്പന്നമാണ്. അങ്ങനെ വാവഴിയാലെ അത് നാട് മുഴുവൻ കടന്നു. എന്റെ കൂടുതൽ കുറെ ആളുകൾ കടന്നു വന്നു. അങ്ങനെ ആദ്യത്തെ 1, 2, 3, 4, 5, 10, 25 ആയ സമയത്ത് ഞാൻ A4 ഷീറ്റ് വാങ്ങി ഇങ്ങനെ ഫ്രെയിം വരയ്ക്കാൻ തുടങ്ങി. ഒന്ന് ബെൽമി, ലെഫ്റ്റ്, റൈറ്റ്, ഓരോ കണ്ണി വരുന്ന സമയത്ത് അങ്ങനെ ഓരോ വര വരച്ച് ഞാൻ വട്ടം വരച്ചു വെച്ച്. ഇച്ചിരി കാലം കഴിഞ്ഞ സമയത്ത് വട്ടം വരയ്ക്കാൻ പേപ്പർ മര്യാദ വന്നത്. അങ്ങനെ ആള് കൂടി ഇന്ന് ഏകദേശം 1.5 ലക്ഷത്തിന് മേലെ ആളുകൾ എവിടേക്കോ അവരൊക്കെ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്ന വിൽക്കുന്നതിന്റെ ഭാഗമായി അതിന് 4% കൂട്ടി വെച്ച് ആഴ്ചക്ക് 2-10 കമ്പനിക്ക് തരാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, എന്നാ പിന്നെ എന്റെ ഭാര്യയുടെ പേരിലൊന്നും അങ്ങനെ തുടങ്ങിക്കൂടെ? ഭാര്യയുടെ പേരിൽ ID എടുത്ത് അതിനകത്ത് ഇതേപോലെ തുടർന്ന് ഇത്തിരി കാലം കഴിഞ്ഞപ്പോ ആഴ്ചക്ക് 2-10 അതിനകത്ത് കിട്ടി. അങ്ങനെ 2-10 വാങ്ങാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ, ആരെയും പറ്റിച്ചിട്ടില്ല.
ആരെയും പിടിച്ചു കൊടുത്തിട്ടില്ല, ആരോടും കളവ് പറഞ്ഞിട്ടില്ല. നിങ്ങളും അത് ചെയ്യണ്ട. ഇനി ആഴ്ചക്ക് 2:10 നിങ്ങൾക്ക് തടസ്സമായി തോന്നുന്നത് ഞാൻ ഇത് എങ്ങനെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ചില ആൾക്കാർക്ക് ആഴ്ചക്ക് 2:10 കേൾക്കുമ്പോൾ ബേജാറാ. അങ്ങനെ ബേജാറാവണ്ട. എന്റെ നാട്ടില് വീടുണ്ടാക്കി കുറെ ആളുകളുണ്ട്. ഒരു വീടുണ്ടാക്കിയ അവിടെ താമസത്തോടെ വിൽക്കുക, ഒരു 5 ലക്ഷത്തിന് മേലെ ലാഭം കിട്ടും. എന്നിട്ട് വേറെ വീടുണ്ടാക്കുക, അത് വിൽക്കുക, അവരെങ്ങനെ വീടുണ്ടാക്കി വിറ്റുകൊണ്ട് അങ്ങനെ ലാഭം ഉണ്ടാക്കിയിട്ട്. അതേപോലെ ഞാനൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്താണെന്ന് വെച്ചു. ഞാൻ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷെ കണ്ടമാനം കൈ പൈസ ഇറക്കാനില്ല. അതുകൊണ്ട് എന്റെ വീട് താമരശ്ശേരിയിലാണ്. താമരശ്ശേരി ടൗണിൽ ഞാൻ ഒരു തട്ടട വളരെ തീരുമാനിച്ചത്. വൈകുന്നേരം കൊണ്ടുവന്നിട്ട് കട്ടച്ചായും ഇത്തിരി കപ്പ കുഴിഞ്ഞു അങ്ങനെ ലൈറ്റുകളൊക്കെ ചേർത്തിട്ട് രാത്രി കാലങ്ങൾ ഡ്രൈവർമാർ പ്രതീക്ഷിച്ചുകൊണ്ട്, എന്റെ നാട് ഹൈവേയിലായതുകൊണ്ട് രാത്രി കാലം ഇഷ്ടംപോലെ വാഹനം ഓടുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു കച്ചവടം നല്ല സാധ്യതയുണ്ട്. അങ്ങനെ കച്ചവടം നടക്കുന്ന സമയത്ത് നല്ല കച്ചവടം നടത്താൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടുത്തെ പണിക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെട്ടതല്ലേ ഈ പൈസക്ക് ലാഭം ഉണ്ടാണ്, അവിടെ ഒരു കാര്യം ചെയ്തോ, എനിക്കൊരു 1000 രൂപ തന്നാൽ മതി, നിങ്ങൾ ബാക്കി ലാഭം നിങ്ങൾ ഇട്ടോ. അപ്പൊ പണിക്കാർക്ക് വലിയ ആവേശമായി. ഒരു നന്നായി നടത്തുന്നുണ്ട്, എനിക്കൊരു 1000 രൂപ കിട്ടും. അപ്പൊ ഞാൻ എങ്ങനെ ആലോചിച്ച്, ഒരു കടയിൽ നിന്ന് 1000 രൂപ കിട്ടുകയാണെങ്കിൽ ഒന്ന് കൊടുവള്ളി തുടങ്ങിയാലോ. എന്റെ അടുത്ത ടൗണാ, ഒരു 7 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ പോയി ഒരു തട്ടട തുടങ്ങി. അവിടുന്ന് കച്ചവടം നന്നായി നടക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ നടത്തിക്കോ, ഇപ്പൊ 1000 രൂപ എന്നാൽ മതി. അങ്ങനെ അവിടുന്ന് 1000 കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ പോയി പൂരൂർ തുടങ്ങി, പിന്നെ നോമസിൽ തുടങ്ങി, ഒന്ന് കൈലപ്പോയില്, ഒന്ന് അടിവാരത്ത്. അങ്ങനെ എന്റെ ചുറ്റുവട്ടത്തുമായിട്ട് ഒരു 30 കട ഞാൻ തുടങ്ങി എന്ന് വിചാരിച്ചോ. 30 തട്ടുകട എന്റെ പറ്റി വലിയ മുതൽ മുടക്കൊന്നുമില്ല. ഒരു കടയിൽ എനിക്ക് 1000 രൂപ വെച്ച് കിട്ടും. ഹലോ, അപ്പൊ 30 കടയിൽ എത്ര രൂപ കിട്ടും? 30,000 രൂപ കിട്ടും. അങ്ങനെ ഒരാഴ്ച കൊണ്ട് എത്ര കിട്ടും? 2:10 കിട്ടും. അത്ര വിചാരിച്ചാൽ മതി. ഹലോ, 1000 രൂപ ഉണ്ടാക്കി തരാൻ പറ്റുന്ന 30 ആൾക്കാരെ ബിസിനസ് കൊണ്ടുവന്നാൽ ആഴ്ചക്ക് 2:10 വാങ്ങാം. വലിയ ആയ കാര്യങ്ങളല്ലോ. പഠിക്കൂ. ഞാൻ കൊണ്ടുവന്ന് എല്ലാവരും ചെയ്തില്ല, എല്ലാവരും ചെയ്യൂല. എന്നാ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളുകളുണ്ട്. അവർ ഒട്ടുക്കത്തെ ആഗ്രഹമുണ്ട്. നാട്ടിൽ ഇഷ്ടം പോലെ കടമുണ്ട്. പക്ഷെ കടപ്പിട്ട് എല്ലാവരും താല്പര്യമില്ല. കടകളുള്ളത് കാര്യം കിട്ടുന്നേ. ഈ കടങ്ങൾ വീട്ടാൻ ആഗ്രഹമുള്ളതും കടപാട് നിറവേറ്റാൻ ആഗ്രഹമുള്ളതുണ്ട്. ഞാൻ കൊണ്ടുവന്ന കുറെ ആളുകളിൽ കുറച്ചു പേർക്ക് അവരെ കടം വീട്ടാൻ താല്പര്യമുണ്ട്, കുറച്ചു പേർക്ക് കടപാട് നിർവഹിക്കാൻ ആഗ്രഹമുണ്ട്, ചിലർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ വലിയ സ്വപ്നങ്ങളുള്ളവരും കടമകളുള്ളവരും കടം വീട്ടാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്റെ കൂടെ നിന്ന് അങ്ങനെ അവർ വളർന്നു വലുതായി. മറ്റവരൊക്കെ കുറച്ച് വിൽപ്പന മാത്രമായി അവരൊക്കെ പോയി. അത് നട്ടൊന്നുമില്ല. ഞാൻ ഈ ബിസിനസ് കൊണ്ടുവന്ന ഒരു കുട്ടി ഇത് വരുമാനം കിട്ടിയെങ്കിൽ പോലും ഞാൻ നടന്നത് ആ കള്ളനാളോട് എന്നെ പറ്റിച്ചത് ഒരു കുട്ടി പറയുക. ഞാൻ ഒരാളോട് ഒരു നയ പൈസ വാങ്ങിയിട്ടില്ല. എന്തൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അപ്പൊ ഞാൻ ഉൽപ്പന്നം കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിലെ എല്ലാ കച്ചവടക്കാരും ചെയ്തിട്ടുണ്ട്, പൈസ വാങ്ങി ഉൽപ്പന്നം കൊടുക്കും. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്നെ ആരും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയ ആളുകൾ ഈ ബിസിനസ് സീരിയസ് ആക്കി. അങ്ങനെ ആഴ്ചക്ക് 2:10 വേണമെന്ന് എന്റെ കൂടെ വന്നവർ ആഗ്രഹിച്ചു. തൊട്ടുമുമ്പ് സംസാരിച്ച ശൈലേഷ് സാർക്ക് ആഴ്ചക്ക് 2:10 വേണമെന്ന് ആഗ്രഹിച്ചു. മൂപ്പർക്ക് ആഴ്ചക്ക് 1:5 കിട്ടിയപ്പോ എനിക്ക് 2:10 കിട്ടി. ഹലോ, അതിന് മുമ്പ് സംസാരിച്ച സുബീഷ് സാറ്, ധനീഷ് മാധവ് സാറ്, ഓരും അങ്ങനെ പൈസ വേണമെന്ന് ആഗ്രഹിച്ചു. ഓർക്ക് 2:10 ഉച്ചയ്ക്കാണ് കിട്ടിയെങ്കിൽ എനിക്ക് പൊലച്ച കിട്ടിയിട്ടുണ്ടാവും. ഓരോ വ്യത്യാസമൊന്നുമില്ല. അല്ല, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പണ ആഗ്രഹമുള്ള ആവശ്യമുള്ള ആളുകളൊന്നുമില്ലേ? എല്ലാരും രാവിലെ ചെങ്ങോട്ട് ഓടുണ്ടല്ലോ പൈസ ഉണ്ടാക്കലോട്ടല്ലേ. അതിലൊരു 10 എണ്ണത്തിന് തിരിച്ചു കൂടി വിടും. ഹലോ, ഇവിടുന്ന് കോരി എടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് തലയിൽ കത്തിവാൻ ഇതേ ചെയ്യുള്ളൂ. അങ്ങനെ 10 ആളെ കൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി കേൾപ്പിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നാട്ടോട് പോയി ചോദിക്കാതെ ഈ പറഞ്ഞോട് ചോദിക്കാൻ പറയും. 2:10 കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരണോ, എന്നിട്ട് ഇവിടെ പോവുള്ളൂ. അങ്ങനെയുള്ളത് വന്നോളി. ഇതിനകത്ത് മൊത്തം കിട്ടിയ വരുമാനം കാണണോ? അങ്ങനെയുള്ളത് വന്നോ? നാട്ടോട് പോയി ചോദിക്കണ്ട, പറഞ്ഞോട് ചോദിക്കേ. ഇതിനൊക്കെ തെളിവ് തന്നിട്ട് എവിടെ പോവുള്ളൂ. ഹലോ, എല്ലാവരെയും മൊബൈൽ ഫോണൊന്നും മിനി കമ്പ്യൂട്ടറാ, നമ്മുടെ ഫോണും മിനി കമ്പ്യൂട്ടറാ. പറഞ്ഞ എല്ലാം കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ തെളിവ് കാണിച്ചോണ്ട് പോവാ. പിന്നെ ആരെയും മോഹിപ്പിക്കുന്നില്ല കേട്ടാ. വെറുതെ നയ പൈസ കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ല. ഒന്നിനും നിങ്ങൾ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുക. ഒരു 30% ഡിസ്കൗണ്ടിൽ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുക. അതല്ലേ വാങ്ങി വെച്ചാൽ അത് ലാഭം ഉണ്ടാക്കാം. ആളെ പരിചയപ്പെടുത്താൽ നിലയ്ക്കാത്ത വരുമാനം ഉണ്ടാക്കാം. ഹലോ, ഇത്ര ഇതിനകത്തുള്ളൂ. ഈ പണി നിരന്തരമായി ചെയ്താൽ വരുമാനം നിരന്തരമായി വാങ്ങാം.
പിന്നെ 10 ദിവസം കിടന്നു പോയാൽ നമ്മുടെ ടീം ലൈവ് ആണെങ്കിൽ പാസിംഗ് ഇൻകം കിട്ടും. നാളെ മരിച്ചു പോയാൽ നമ്മുടെ വീട്ടിൽ മൊബൈൽ ഫോൺ ഉണ്ട്, അതിനോടോ മരിച്ചുപോയി, ഫോൺ വർക്ക് ചെയ്യല്ലോ, നമ്പർ അവിടെ ഉണ്ടാവുമല്ലോ, ആ ID പ്രൂഫ് ഒന്ന് മാറ്റിയാൽ മതി. അതേപോലെ ഇവിടെ നോമിനിയുടെ പേര് ഇങ്ങനെ മാറ്റി കൊടുക്കും. 10 ദിവസം കിടന്നുപോയ വരുമാനം കിട്ടും, നാളെ മരിച്ചുപോയ നോമിനിക്ക് വരുമാനം കിട്ടും. ഇന്ന് വാങ്ങുന്ന അതേ വരുമാനം നോമിനിക്ക് കൊടുക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വേറെ എവിടെ നിന്ന് നാട്ടിൽ കിട്ടും. ഇതിനേക്കാൾ മികച്ചത് സ്വപ്നങ്ങളിൽ മാത്രം, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ. പ്രിയമുള്ളവരെ, ഇത് ചെയ്യാൻ ഈ പറയുന്ന ബോധ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നിങ്ങൾ ആരെയും കൂടെ ക്ഷണിച്ചത് അവരുടെ അടുത്തേക്ക് ഒന്ന് കൈനീട്ടി കൊടുത്താൽ ഒരു മുറുകെ പഠിച്ചോളൂ, വിടൂല. കാരണം നിങ്ങൾ വളർത്തേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. അയാൾ വളർന്ന നിങ്ങൾ വളർന്നു, അതുകൊണ്ട് പിടിപിടില്ല. ഹലോ, ഒരു ദിവസവും ഒരു അച്ഛനും മോളും കൂടി ഒരു പാലത്തിന്റെ മേഖലയിൽ പോകുമ്പോൾ മലവെള്ളപ്പാച്ചിൽ വരുന്ന ഓടി രക്ഷപ്പെടുന്നത്. പാലത്തിന്റെ മേലേക്ക് ഓടുന്ന സമയത്ത് പുഴവെള്ളം കുത്തിയൊലിച്ച് വരുന്നത് കണ്ടപ്പോ അച്ഛൻ മോള് പറഞ്ഞു, മോളെ അച്ഛന്റെ കൈ മുറുകെ പിടിച്ചോളൂ, ഉപ്പാന്റെ കൈ മുറുകെ പിടിച്ചോളൂ, മലവെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ട്, വഴുതി പോയത്. അപ്പൊ മോള് പറയാ, വേണ്ടപ്പാ വേണ്ടച്ചാ, നിങ്ങൾ എന്റെ കൈ പിടിച്ചാൽ മതി. കാരണം മോക്കറിയാം, മോൾ അച്ഛന്റെ കൈ പിടിച്ചാല് ചിലപ്പോ മലവെള്ളപ്പാച്ചിൽ വരുമ്പോ പിടി വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അച്ഛൻ മോളെ കൈ പിടിച്ച മലവെള്ളപ്പാച്ചിൽ വന്നാല് അയാളെ കൈ വിടില്ല, അയാൾ അവസാന ശ്വാസം വരെ ആ കൈ മുറുകെ പിടിക്കും. അതെനിക്ക് ഉറപ്പാണ്. അതേപോലെ നിങ്ങളൊന്ന് കൈ നീട്ടി തന്നാൽ വിജയിക്കുന്നവരെ കൈപിടിക്കാൻ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഹലോ, അതിന് ധൈര്യമുണ്ട്, വന്നോളി.